സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണാടി ഉപയോഗിക്കാത്ത മനുഷ്യർ വളരെയധികം ചുരുക്കമാണ്. മുഖം നോക്കുന്ന കണ്ണാടി, അതായത് നാം രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ നമ്മുടെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് നാം കണ്ടു മനസ്സിലാക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. അങ്ങനെ പല പ്രാവശ്യം ഒരു കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നമ്മുടെ രൂപം കുഴപ്പമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നാം മറ്റുള്ളവരുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടാറുള്ളത്. പ്രത്യേകിച്ച് നാം എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നാം ഡ്രസ്സ് ചെയ്യുന്നതിനും മറ്റും കണ്ണാടിയുടെ മുൻപിൽ പല പ്രാവശ്യം നിൽക്കാറുണ്ട്. നമുക്ക് നമ്മുടെ രൂപത്തെ നേരിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ മുഖത്തെ ഒരിക്കലും നമുക്ക് നേരിട്ട് കാണുവാൻ സാധ്യമല്ല. എന്നാൽ ഒരു കണ്ണാടിയുടെ സഹായത്തോടെയാണ് നമ്മുടെ മുഖം എങ്ങനെയാണ്, നമ്മുടെ രൂപം എങ്ങനെയാണ്, നമ്മുടെ വേഷവിധാനം എങ്ങനെ ഇരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. ഒരു കണ്ണാടിയെ നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ കണ്ണാടിയിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ രൂപം എങ്ങനെയാണോ നാം കാണുന്നത്, അതാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് ആ കണ്ണാടിയെ നാം പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കണ്ണാടികൾ പല തരത്തിലുള്ളവയുണ്ട്, പല വലിപ്പത്തിലുള്ളവയുണ്ട്. എല്ലാ കണ്ണാടികളും നിർമ്മിച്ചെടുക്കുന്നത് ഒരേപോലെ അല്ല, ഒരേ വസ്തുക്കൾ ഉപയോഗിച്ചുമല്ല. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന സ്ഥലത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. വളരെ വിലപിടിപ്പുള്ള കണ്ണാടിയാണ്. എന്നിരുന്നാലും ആ കണ്ണാടി വളരെയധികം പ്രത്യേകതകളുള്ളതായ കണ്ണാടിയാണ്. അത് നിർമ്മിച്ചെടുക്കുന്നത് കാർബണും ഈയവും ചേർത്തിട്ടാണ്. ഒരു പ്രത്യേക അനുപാതത്തിൽ ഇവ ചേർത്ത് യോജിപ്പിച്ചെടുക്കുന്ന ഒരു മിശ്രിതം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കണ്ണാടിയാണത്. അവിടെയുള്ള ഒരു കുടുംബത്തിൻ്റെ പരമ്പരാഗതമായ ഒരു തൊഴിലാണിത്. അവർക്ക് മാത്രമേ അതിൻ്റെ അംശബന്ധം അറിയാവൂ. കാർബണും ഈയവും ഏത് അംശബന്ധത്തിലാണ് ചേർക്കുന്നത് എന്നുള്ളത് മറ്റാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യമാണ്. അങ്ങനെ കണ്ണാടികൾ പല നിലകളിലുണ്ട്. എന്തായിരുന്നാലും കണ്ണാടികളെ നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം കാണുന്ന ആ പ്രതിബിംബം അതെങ്ങനെയായിരുന്നാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ ഒരു സത്യം ഇന്ന് രാവിലെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണാടികൾ നമ്മെ കാണിക്കുന്ന പ്രതിബിംബങ്ങൾ യഥാർത്ഥമായിട്ടുള്ളതല്ല. ഒരിക്കലും ആ പ്രതിബിംബം നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. യാഥാർത്ഥ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നാം ആ പ്രതിബിംബത്തെ വിശ്വസിക്കുകയില്ല. ഉദാഹരണമായി, നിങ്ങളുടെ മുഖത്തിൻ്റെ ഇടതുവശത്ത് ഒരു മറുകുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നതായ പ്രതിബിംബത്തിൻ്റെ മുഖത്തിൻ്റെ വലതുവശത്താണ് മറുകുള്ളത്. ഒരിക്കലും അത് ഇടതുവശത്താകുന്നില്ല. നമുക്കറിയാം, ഗവൺമെന്റ് രേഖകളിൽ മുഖത്തിന്റെ ഇടതുവശത്ത് മറുകുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണാടിയിലുള്ള പ്രതിബിംബത്തിന്റെ ചിത്രവുമായി ചെന്നു കഴിഞ്ഞാൽ ആ പ്രതിബിംബത്തിൽ മറുക് കാണപ്പെടുന്നത് മുഖത്തിന്റെ വലതുവശത്താകയാൽ ഒരിക്കലും ആ വ്യക്തിയുടെ ഫോട്ടോയായി അംഗീകരിക്കപ്പെടുകയില്ല. അതുമാത്രവുമല്ല, ഒരു പക്ഷേ അത് ആൾമാറാട്ടമായി കണക്കാക്കപ്പെട്ടേക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ പറയുക, ഒരു കണ്ണാടിയിൽ നാം കാണുന്ന നമ്മുടെ രൂപത്തെ നമുക്ക് യഥാർത്ഥം എന്ന് പറയുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എങ്കിലും നാം അതിനെ വിശ്വസിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23 24 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു താൻ ഇന്ന രൂപമായിരുന്നു എന്നുടനെ മറന്നുപോകുന്നു. തുടർന്ന് ദൈവവചനം പറയുന്നത്, കണ്ണാടിയിൽ കണ്ട് തൻ്റെ രൂപത്തെ മറന്നു പോകുന്നവനെ പോലെ അല്ല, ദൈവവചനം കേട്ട് അതിൽ വിശ്വസിച്ച് നിലനിൽക്കുന്നവനാണ് ഭാഗ്യവാൻ എന്നുള്ളതത്രേ. ദൈവവചനം ഇങ്ങനെ പറയുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് ക്രിസ്തുവിനോട് കൂടെ നിത്യത മുഴുവൻ സ്വർഗത്തിൽ വാഴുവാൻ സാധിക്കും. അല്ലാത്തവർ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. ഇത് വിശ്വസിക്കുവാൻ താങ്കൾക്ക് ദൈവം ഇടയാക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നും ദൈവവചനത്തിൻ ആഴങ്ങളിലേക്ക് ശ്രവിക്കാം സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. നിന്നെ കണ്ടൊരു നിന്റെ മൊഴികൾ കേട്ടൊരു നിന്നെ കണ്ടൊരു നിന്റെ മൊഴികൾ കേട്ടൊരു
മരക്കുരിശിൽ പിടഞ്ഞൊരു നാൾ എൻ്റെ ശാപം നീക്കിയ നാൾ. മരക്കുരിശിൽ പിടഞ്ഞൊരു നാൾ എൻ്റെ ശാപം നീക്കിയ നാൾ. പരനെ നിന്നെ കാണുവാൻ കൊതിയാവുന്നേ, പ്രിയനെ നിന്നിൽ ചേരുവാൻ കൊതിയാവുന്നേ. പരനെ നിന്നെ കാണുവാൻ കൊതിയാവുന്നേ, പ്രിയനെ നിന്നിൽ ചേരുവാൻ കൊതിയാവുന്നേ.